സർവശക്തനായ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം അതിയായി മഹത്വപ്പെടുമാറാകട്ടെ. നിങ്ങൾക്കെല്ലാവർക്കും ജീസസ് വോയിസ് മെസ്സേജ് എന്ന ദൈവവചന ധ്യാന ശുശ്രൂഷയിലേക്ക് സ്വാഗതം. ഒരു വചനം വായിച്ച് അല്പസമയം പ്രാർത്ഥനയോടെ ദൈവവചനം നമുക്ക് ധ്യാനിക്കാം. അതിനായി തിരഞ്ഞെടുത്ത ഒരു തിരുവചനം അപ്പോസ്തലനായ പൗലോസ് എബ്രായർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായം 6-ാം വാക്യം. എന്നാൽ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിപ്പാൻ കഴിയുന്നതല്ല. ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ടെന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നു എന്നും വിശ്വസിക്കേണ്ടതല്ലോ. കർത്താവിൽ പ്രിയരെ, നാം വായിച്ചു കേട്ട എബ്രായർ 11:6 വിശ്വാസത്തിൻ്റെ രഹസ്യമാണ് നാം കാണുന്നത്. വിശ്വാസത്തിൻ്റെ ഫലമാണ് നാം കാണുന്നത്. വിശ്വാസത്തിലൂടെ ലഭിക്കുന്ന അനുഗ്രഹമാണ് നാം കാണുന്നത്. വിശ്വാസം നാം ആരിൽ വിശ്വസിക്കുന്നുവോ അവരിലൂടെ നമുക്ക് ലഭിക്കുന്ന നന്മയുടെ ഉറപ്പാണ്. അതിനെക്കുറിച്ച് തിരുവചനം പ്രസ്താവിക്കുന്നത് വിശ്വാസത്തിൻ്റെ നിർവചനം ഇപ്രകാരമാണ്: വിശ്വാസമെന്നാൽ നാം പ്രത്യാശിക്കുന്ന കാര്യങ്ങളുടെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവും ആവുന്നു എന്നാണ്. വിശ്വാസത്തിൻ്റെ ഫലമാണ് നാം വായിച്ചു കേട്ട വചനത്തിൽ എഴുതിയിരിക്കുന്നത്. വിശ്വാസത്താൽ ദൈവത്തെ പ്രസാദിപ്പിക്കുവാനായിട്ട് സാധിക്കുമെന്ന് വചനം പറയും. ദൈവത്തെ പ്രസാദിപ്പിക്കുവാനായി ഇന്ന് മനുഷ്യർ വളരെയധികം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. എന്നാൽ ഇവിടെ വളരെ വ്യക്തമായി പറയുന്നു, ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ ഏറ്റവും അത്യന്താപേക്ഷിതമായിരിക്കുന്നത് വിശ്വാസം എന്ന പുണ്യമാണ്. ഈ വിശ്വാസം നമ്മുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ അതിനാൽ നമുക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുവാനായിട്ട് സാധിക്കും. തുടർന്ന് ഈ വചനത്തിൽ പറയുന്നത് ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവൻ ദൈവം ഉണ്ട് എന്ന് വിശ്വസിക്കണമെന്നാണ്. ദൈവം ഇല്ല എന്ന് മൂഢൻ തൻ്റെ ഹൃദയത്തിൽ പറയുന്നു എന്ന് വചനം പറയുന്നു. ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് ഒരു മനുഷ്യൻ ദൈവത്തെ സമീപിക്കുമ്പോൾ ദൈവം അവനെ അഥവാ അവളെ അനുഗ്രഹിക്കുവാൻ ഇടയാകുന്നു. അവസാനമായി ഈ വചനത്തിൽ പറയുന്നത് വിശ്വാസത്തോടെ ദൈവസന്നിധിയിൽ വരികയും ദൈവത്തെ അന്വേഷിക്കുകയും ചെയ്യുമ്പോൾ അവർക്ക് പ്രതിഫലം നൽകുന്നു എന്നാണ്. പ്രതിഫലം നൽകുന്ന ഒരു ദൈവം. എങ്ങനെയാണ് നമുക്ക് ദൈവത്തിൽ നിന്നും നന്മകൾ അഥവാ പ്രതിഫലങ്ങൾ ലഭിക്കുന്നത്? ഈ വാക്യത്തിൽ അതിൻ്റെ ഉത്തരം നാം കാണുന്നു. ഒരു മനുഷ്യൻ പൂർണ്ണ വിശ്വാസത്തോടെ ദൈവത്തെ സമീപിക്കുകയും ദൈവത്തെ അന്വേഷിക്കുകയും ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ ആ വ്യക്തിയിൽ ദൈവം പ്രസാദിക്കുന്നു. ദൈവം ഒരു വ്യക്തിയിൽ പ്രസാദിച്ചാൽ ആ വ്യക്തിയെ സമൃദ്ധിയായി അനുഗ്രഹിക്കുവാൻ ഇടയാകും. അതിന് ഉത്തമ ഉദാഹരണമാണ് അബ്രഹാം. അബ്രഹാം ദൈവത്തിൽ വിശ്വസിക്കുകയും ദൈവം അബ്രഹാമിനെ ആത്മീയമായും ഭൗതികമായും അനുഗ്രഹിച്ച് വർദ്ധിപ്പിക്കുകയും ചെയ്തു. അതെ, ഇന്ന് നമുക്ക് ദൈവത്തിൽ വിശ്വാസമർപ്പിക്കുവാൻ സാധിച്ചാൽ
നാം ചെയ്യേണ്ടത് നാം വിശ്വസിക്കുന്ന ദൈവത്തിൻ്റെ അരികിൽ വരണം എന്നുള്ളതാണ്. ആ ദൈവത്തെ അന്വേഷിക്കണം എന്നുള്ളതാണ്. ആ ദൈവത്തെ വിളിച്ചപേക്ഷിക്കണം എന്നുള്ളതാണ്. ആ ദൈവത്തെ ആരാധിച്ച് ആ ദൈവത്തിൻ്റെ വചനപ്രകാരം നാം അവിടുത്തെ പാതയിൽ സഞ്ചരിക്കണമെന്നാണ്. അങ്ങനെയായാൽ നമുക്ക് ആവശ്യമായ സകല നന്മകളും നൽകുവാൻ, പ്രതിഫലം നൽകുവാൻ ദൈവം വിശ്വസ്തനാണ്. ഈ വചനങ്ങളാൽ സർവശക്തനായ ദൈവം നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ. വിശ്വാസത്താലെല്ലാം ചെയ്തിടും ഞാൻ, വിശ്വാസത്തിൽ എന്നും മുന്നേറും ഞാൻ, വിശ്വാസത്താലെല്ലാം ചെയ്തിടും ഞാൻ. ഒന്നും അസാധ്യമായില്ലെന്റെ മുമ്പിൽ ഇനി ജയം എനിക്കുണ്ട്. ഒന്നും അസാധ്യമായില്ലെന്റെ മുമ്പിൽ ഇനി ജയം എനിക്കുണ്ട്. ഞാനൊട്ടും പിന്മാറുന്നില്ല, വിശ്വാസ ചുവടുകൾ മുന്നോട്ട് മുന്നോട്ട്. ആരെല്ലാം എതിർത്താലും എന്തെല്ലാം ഭാവിച്ചാലും പിന്മാറുകയില്ല ഞാൻ. അധികാരത്തോടെ ഇനി കൽപ്പിക്കും ഞാൻ, പ്രതികൂലങ്ങൾ മാറിപ്പോകും. ഒന്നും അസാധ്യമായില്ല